ഞാൻ എന്തിനാ ഈ ഇന്റർവ്യൂ ഇവിടെ എടുത്തിട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നലെ ലക്ഷ്മിയുടെ ഒരു പരസ്യ പ്രതികരണം അല്ലെങ്കിൽ പൊതുവേദിയിൽ ഇരുന്നു കൊണ്ടുള്ള ആദ്യത്തെ ഒരു പ്രതികരണം പോലെ ഇന്നലെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു മുന്നേ എനിക്ക് അടക്കമുള്ള ആൾക്കാരിൽ ഉണ്ടായ സംശയം എന്ന് പറയുന്നത് ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വല്ലാത്തൊരു അപാകത ഈ പറയുന്ന ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞും അതിൽ ഉൾപ്പെട്ടതാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ പറയുന്ന അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല? അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്നലെ ലക്ഷ്മി പറഞ്ഞു എന്ന് പറയുന്നത്. നമ്മളിതൊന്നും പൊതുവേദിയിൽ അറിയുന്ന ഒരു കാര്യമില്ല, നമുക്കിതിനെക്കുറിച്ച് അറിയുന്ന കാര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്, CBI അന്വേഷണങ്ങളൊക്കെ തുടർച്ചയായിട്ട് നടക്കുന്ന സമയത്ത് അവർ ഇതുമായിട്ടുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യലും എല്ലാത്തിലും കൃത്യമായിട്ട് മുന്നോട്ട് പോയി അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുവേദിയിൽ വന്ന് പറഞ്ഞിട്ടില്ല, അതവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ സാഹചര്യമാണ്. ആ ആക്സിഡന്റിൽ ഏറ്റവും മുന്നിലിരുന്ന വ്യക്തി ലക്ഷ്മി തന്നെയായിരുന്നു. ബാക്കിലായിരുന്നു ബാലഭാസ്കർ ഉറങ്ങിക്കിടന്നിരുന്നത്, ലക്ഷ്മിയുടെ മടിയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചധികം ആൾക്കാർ പറയുന്ന ഒരു റീസൺ ഉണ്ട്, അതായത് മുന്നിലിരുന്ന ലക്ഷ്മി രക്ഷപ്പെട്ടു, ബാക്കിൽ ഉറങ്ങിക്കിടക്കുക മാത്രം ചെയ്തിരുന്ന ബാലഭാസ്കർ എന്തുകൊണ്ട് മരണപ്പെട്ടു എന്ന് കുറച്ചധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ തന്നെ കേട്ടറിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുന്നും ഇതുപോലുള്ള ആക്സിഡന്റ് നടന്ന സമയത്ത് മുമ്പിലിരുന്ന ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ബാക്കിലിരുന്ന ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. സ്പോട്ട് ഡെത്ത് തന്നെ നടന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ബാലഭാസ്കർ കിടന്നുറങ്ങുമായിരുന്നു, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുന്ന ആഘാതത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന എത്തരത്തിലാണ് മുറിവേൽക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ലക്ഷ്മി ഓൾറെഡി ഈ പറയുന്ന സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ മടിയിൽ മാത്രം വെച്ചിരുന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞ് തറയിൽ പോയിരിക്കാൻ, ചെന്നിടിച്ചിരിക്കാൻ, കുഞ്ഞ് അങ്ങനെയായിരിക്കാം മരണപ്പെട്ടതെന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ പറയുന്ന അർജുനെ ലക്ഷ്മി രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് ഓൾറെഡി നമുക്ക് വെളിയിൽ വന്നിട്ടുള്ള കാര്യമാണ്, കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് അർജുൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് കേസുകളിൽ പെട്ടതാണെന്ന് ബാലഭാസ്കറിന് അറിയാമായിരുന്നു. ബാലഭാസ്കർ കൃത്യമായിട്ട് അതെല്ലാം അറിഞ്ഞിട്ട് അയാളുടെ ഒരു വേർഷൻ ഉണ്ടല്ലോ, ആ കുറ്റകൃത്യത്തിൽ എങ്ങനെയാണ് ഞാൻ പെട്ടുപോയത് എന്ന് ഒരു വ്യക്തി പറയുന്നത് സ്വാഭാവികമായിട്ടും അവരെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കും. അതിൽ വിശ്വസിച്ചൊരു വ്യക്തിയാണ് ബാലഭാസ്കർ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ പറഞ്ഞ ഡ്രൈവറായിട്ട് കൂടെ കൂട്ടിയ വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാലഭാസ്കർ എടുത്തൊരു ഡിസിഷനാണ്. ആ ഡിസിഷൻ മേക്കിംഗ് അദ്ദേഹത്തിന്റെ മാത്രമായിരുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അയാളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് ഒരാളുടെ ഉള്ളു തുറന്നൊന്നും പരിശോധിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ആക്സിഡന്റ് നടന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷ്മിക്ക് ഒരുപാട് ഇഞ്ചുറീസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴും കാലിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, സർജറി ഒരുപാട് കഴിഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം ഇത്രയും വർഷമായിട്ടും അവർ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അവരെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ സ്റ്റേജിലിരുന്ന ലക്ഷ്മിയെ സ്വാഭാവികമായിട്ടും അതിലുണ്ടായിരുന്ന വ്യക്തി മനസ്സിലാക്കുക ഒരു പക്ഷെ മരിക്കുക എന്നൊരു സംഭവമായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ടായിരിക്കും മേ ബി ഈ പറഞ്ഞ അർജുൻ പറഞ്ഞത് വണ്ടി ഓടിച്ചിരുന്നത് അയാളല്ല ബാലഭാസ്കർ ആയിരുന്നു. കാരണം ഓൾറെഡി ഇവരൊക്കെ രക്തത്തിൽ കുളിച്ചതുകൊണ്ട് തന്നെ ആർക്കും ഒരു പക്ഷേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നൊരു സംഭവത്തിലൂടെ ആയിരിക്കും അയാൾ കടന്നുപോയെന്ന് പറയുന്നത്, അത് പറഞ്ഞെന്ന് പറയുന്നത്. പിന്നെ ലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട്, അയാൾ പേടിച്ചത് കൊണ്ടോ ബാക്കി കാര്യങ്ങൾ കൊണ്ടതായിരിക്കും. പക്ഷെ ആശുപത്രിയിൽ വന്നപ്പോൾ എല്ലാ റിലേറ്റീവ്സിൻ്റെ അടുത്തും വന്നോടത്തെല്ലാം അയാൾ മാറ്റി തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഉറങ്ങിപ്പോയതായിരുന്നു എന്ന്. പിന്നെ ലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്, തിരിച്ചയാൾ പക്ഷേ ഈ നാട് വിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് പോയത് നേരെ തിരിച്ചായിരുന്നു. അത് മാത്രമല്ല ഇവർക്കെതിരെ കൊണ്ടുപോയി കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാളുടെ ജീവന്റെ ബാക്കി കാര്യങ്ങൾക്ക് ബാലഭാസ്കർ ആയിരുന്നു വണ്ടി ഓടിച്ചത്, അതുകൊണ്ട് നഷ്ടപരിഹാരം വേണം, അത് കോടിയോളം രൂപ വേണം എന്നുള്ള തരത്തിൽ ഒരു കേസും കൂടെ കൊടുത്ത വ്യക്തിയാണ്. അപ്പം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും, സ്വാഭാവികമായിട്ടും ബാലഭാസ്കർ മരിക്കുന്നു, അപ്പോൾ ആ കേസ് ബാധിക്കുന്നത് ലക്ഷ്മിനെയാണ്, കൂടെ ഉണ്ടായിരുന്ന അല്ലെ ബാലഭാസ്കറിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ. അപ്പം സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെയല്ല ആ കേസ് വരുന്നതെന്ന് പറയുന്നത്. അപ്പം തന്നെ ആ ബന്ധം അങ്ങോട്ട് നേരെ അല്ല എന്നുള്ളത് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം, വീട്ടുകാരുടെ വേദന കാണുന്ന സമയത്താണ് ഒരു വിഭാഗം വന്നിട്ട് ലക്ഷ്മിയെ വല്ലാത്ത രീതിക്ക് തേജോവധം ചെയ്യുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ സ്നേഹിച്ചു കല്യാണം കഴിക്കുമ്പോൾ വീടുകൾ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കറിയാം, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ എത്ര സിറ്റുവേഷനിൽ പോയാലും, ഇനി പല കാസ്റ്റിൽ നിന്ന് കെട്ടിയാൽ പോലും, ഇനി എന്തൊക്കെ തരത്തിലായാലും ഒരു കുഞ്ഞുണ്ടാവുന്നത് വരെയൊക്കെ ആ ഒരു അകൽച്ച ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ കാര്യത്തിൽ ബാലഭാസ്കർ തന്നെയാണ് വന്ന് പറയുന്നതെന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ബാലഭാസ്കർ ആ വീട്ടുകാരായിട്ട്, അതായത് അമ്മയും അച്ഛനുമായിട്ടൊക്കെ പോയി കാണുക, എടുക്കുക, ഇങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുമെങ്കിൽ പോലും ലക്ഷ്മി ആ വീട്ടിൽ കയറിയിട്ടില്ലായിരുന്നു എന്ന്. കഴിഞ്ഞ ദിവസം നടന്ന അമ്മയുടെ ഇന്റർവ്യൂവിലും കൃത്യമായിട്ട് അമ്മയും പറയുന്നുണ്ട്, അവൾ ഇവിടെ വന്നിട്ടില്ല എന്നൊരു കാര്യം. ഒരു തവണ എന്തോ പോയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പിന്നെ ഇവിടെ കയറിയിട്ടില്ല, സഹകരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു രീതിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ബന്ധമാണെന്ന് തന്നെയാണ് ആ അമ്മ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് നമ്മൾ ഒരു ബന്ധുവാണെന്നിരിക്കെ പോലും
അകന്ന ഏതോ ഒരു ബന്ധുവാണെങ്കിൽ പോലും ഒരു ബന്ധു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളോട് പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ അറിയാണ് നീ ഇവിടെ വരുന്നത് എനിക്ക് താല്പര്യമില്ല, നമുക്ക് ആർക്കെങ്കിലും ചൊല്ലാൻ തോന്നുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മകൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ മകനെ മാത്രം ആ വീട്ടിലേക്ക് പോവുകയും ആ ഭാര്യയ്ക്ക് അവിടെയുള്ള പ്രവേശനം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം കൃത്യമായിട്ട് അത് അനുഭവിച്ചവർക്ക് അല്ലെങ്കിൽ അതേ രീതിക്ക് ഉൾക്കൊള്ളാൻ മനസ്സുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തനിക്ക് പ്രവേശനം ഉണ്ടാകാതിരിക്കുന്ന നീണ്ട 15 വർഷങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു ഇൻ്റർവ്യൂ ടൈം വരെയുള്ള കാര്യമാണ് ഞാൻ കാലയളവാണ് പറയുന്നതെന്ന് പറയുന്നത്. പിന്നീട് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞ് ജനിച്ചപ്പോലും ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ത്രീയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരും ആ ലക്ഷ്മിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അവർക്ക് പ്രവേശനമില്ല, അവരുടെ കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും എടുക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതുവരെ അച്ഛൻ ആ വീട്ടിൽ പോവുകയും കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ലക്ഷ്മി മിണ്ടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ പറഞ്ഞ സഹകരിക്കുകയൊക്കെ ചെയ്യാമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന വീഡിയോയ്ക്കകത്ത് ഇവർ പറഞ്ഞൊരു പരാമർശമുണ്ട്. ഇങ്ങനെ പറഞ്ഞതിലപ്പുറം ഈ ഒരു ബന്ധത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതടക്കം ഈ പറയുന്ന അച്ഛനും അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലക്ഷ്മിക്ക് ഇതിന് മുന്നൊരു മുൻ കാമുകൻ ഉണ്ടായിരുന്നു, ആ കാമുകൻ ബാലഭാസ്കറിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു, കുഞ്ഞ് മരണപ്പെട്ടു, ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ മുൻ മരുമകളിൽ നിന്നാണ് പറഞ്ഞു വെക്കുന്നെങ്കിൽ പോലും അവർ ഈ അമ്മയ്ക്കും അച്ഛനും മകൻ എങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേവലാതി അല്ലെങ്കിൽ വേദന എത്രയാണോ അതുപോലെ തന്നെ അവരും നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അവരുടെ ഈ പറയുന്ന പാതിയായിട്ടുള്ള ഭർത്താവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പഴയ റിലേഷൻസ് അല്ലെങ്കിൽ അവനുണ്ടായിരുന്നു എന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ വന്ന് വിളിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നല്ലതാണോ, നമ്മുടെ ഡീസൻസിക്ക് പറ്റിയതാണോ, നമുക്ക് ഇതൊക്കെയാണോ ഇവിടെ പറയേണ്ട കാര്യം എന്നുള്ള രീതിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ ഇങ്ങനത്തുള്ള റിലേഷൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ആ സ്ത്രീ എത്രത്തോളം തരം താഴ്ത്താൻ കഴിയുമോ അതൊക്കെയാണ് അവിടെ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെ റൈറ്റ്സ് തന്നെയാണ്, അത് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനാണ് മുന്നോട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇവിടെ പക്ഷെ പലതരത്തിലുള്ള ചെളിവാരി എറിയലാണ് നടക്കുന്നതെന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരത്തിലേക്ക് ഈ പറയുന്ന ബാലഭാസ്കറിൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്ന വ്യക്തികൾ പോലും നമ്മൾ പല ഇൻ്റർവ്യൂസിലും വന്നിരുന്ന് ഏറ്റവും പ്രമുഖ ചാനലിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ഇത്തരത്തിൽ സംസാരിച്ചു, അവൻ്റെ ആക്രികളൊക്കെ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ സംസാരം വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഇന്നലത്തെ ഇൻ്റർവ്യൂവിലടക്കം ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു വല്ലാത്ത സിറ്റുവേഷനായിരുന്നു, ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ തുറക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ കൂടെ ബാലഭാസ്കർ ഇല്ലാത്തൊരു സിറ്റുവേഷനും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു. കണ്ണടച്ചു കഴിഞ്ഞാൽ കുഞ്ഞും ബാലഭാസ്കറും ഉണ്ടായിരുന്ന ഒരു സാങ്കല്പിക ലോകത്ത് അവർ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മളത് ഉൾക്കൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞിനെയും ഭർത്താവിനെയും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പെങ്ങൾ സ്ഥാനത്ത് നിൽക്കുന്ന പ്രിയ എന്നോ പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഇൻ്റർവ്യൂയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മീഡിയയിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡിവോഴ്സിൻ്റെ സിറ്റുവേഷൻ വരെ ബാലഭാസ്കർ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഇനിയിപ്പം ഇന്നത്തെ കാലത്തൊക്കെ എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. 2 കുടുംബങ്ങളിൽ നിന്നാണ് 2 വ്യക്തികൾ വന്ന് ഒന്നാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇഷ്ടങ്ങൾ പലതരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ടാവാം, സിറ്റുവേഷൻസ് പലതാവാം. ഏതൊരു ഈ പറയുന്ന എത്ര ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇടയ്ക്കൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്തെങ്കിലും എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല, നമുക്കിതോടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറയാത്ത ഒരു റിലേഷനും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അത്യപൂർവമായിട്ടാണോ വല്ല 0.01% വല്ല ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കടന്നു വരാത്ത ഒരു ഫാമിലിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് അതൊക്കെ എടുത്ത് ഊതി വീർപ്പിച്ച് ഒരു പൊതുമാധ്യമത്തിൽ വന്നിരുന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അത് ചപലമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ബാലഭാസ്കർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല, അല്ലെങ്കിൽ പറ്റുന്നൊരു കാര്യമല്ല. കാരണം പൊതുവേദിയിൽ വന്നിട്ട് ഞാൻ വയലിൽ വായിക്കുന്ന ബാലഭാസ്കറിനെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, എന്നെ അപ്പോഴത്തെ ചിരിയും ബാക്കി കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ രീതിക്ക് നിൽക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവം, എന്തിൻ്റെയും ഏറ്റവും മൂർത്തിഭാവം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഏറ്റവും എക്സ്ട്രീം എന്ന് പറയാൻ പറ്റും, ലെവൽ എന്ന് പറയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു സന്തോഷമാണെങ്കിൽ അതിന് ഏറ്റവും എക്സ്ട്രീം, സങ്കടമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം, ദേഷ്യമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂഡ് ഓഫ് ആണെങ്കിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അങ്ങനെയുള്ള എന്നെ ഈ പറയുന്ന
കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന സഹിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്ന് ബാലഭാസ്കറിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പുറമേ കാണുന്നതായിരിക്കത്തില്ല ഓരോ ആൾക്കാരുടെയും സ്വഭാവവും രീതികളൊക്കെ. അത് വീട്ടിലിരുന്ന് സഹിക്കുക, പൊതുവേദിയിൽ വന്ന് പറയാത്തൊരു സ്ത്രീ, അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും സഫർ ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സഹിച്ചത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളത് അവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പൊതുവേദിയിൽ കണ്ട് മാത്രം പരിചയമുള്ള ഭയങ്കര വിനയത്തോട് മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളടുത്ത് അങ്ങനെ പെരുമാറാൻ പറ്റും. ഒരു പൊതുവേദിയിൽ ഒരു കലാകാരന് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു കാര്യത്തിനേക്ക് എടുത്തുകൊണ്ട് ഡിവോഴ്സിന്റെ വക്കിൽ എത്തിയതാണെന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയിലേക്ക് ചെളിവാറി എറിയാനാണ് ആ കുടുംബം ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അതൊക്കെ ഏറ്റവും എന്ന് പറയുന്നത് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഭർത്താവിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ സ്ത്രീകളുടെ ഒരു വിഭാഗം സ്ത്രീകളുണ്ട് ഭർത്താവ് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് പോലും വേറെ റിലേഷൻസിന് പോകുന്നത്, കുഞ്ഞുങ്ങളെ കൊന്നിട്ട് പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാവുന്ന സ്ത്രീകളും ഉള്ളൊരു കാലമാണ്. പക്ഷെ എന്നാലും മറ്റൊരു വേർഷനിലുള്ള ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോഴും തന്നെ ഒരു കൂട്ടർ വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയുന്നത്, കുഞ്ഞും പോയി ഭർത്താവും പോയി എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇതേ ആൾക്കാർ തന്നെയാണ് പറയുന്നത്, ഇവൾ എന്തുകൊണ്ടാണ് വാമൂടിക്കൊണ്ടിരിക്കുന്നത്, ഇവൾ എന്താണ് പൊതുവേദിയിൽ വന്ന് സംസാരിക്കാത്തത്, ഇവൾ എന്താ ഇടപെടാത്തത് എന്നുള്ള കാര്യം. ഈ ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന സുധി, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങൾ കെട്ടുന്ന സമയത്ത് ഇവക്ക് വീട്ടിലാണ് ഒതുങ്ങിക്കൂടിയിരുന്നാൽ പോരെ, ഇവൾ എന്തിനാണ് ഇവിടെ ഇറങ്ങി സംസാരിക്കാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു കൂട്ടര്, മിണ്ടാതിരുന്നാലും കുറ്റം, മിണ്ടിയാലും കുറ്റം എന്നുള്ള രീതിക്ക് ഇപ്പം വന്ന് പറയുന്നത് കേട്ടില്ലേ, അവൾ കരഞ്ഞ് പൂങ്കണ്ണീര് ഒഴുക്കുമ്പോഴത്തേക്ക് ശരിയാവുന്നില്ല എന്നൊരു സംഭവം പറയാണ്. അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയുണ്ട്, ആ സിറ്റുവേഷനിലൂടെ അവർ കടന്നുപോയൊരു അവസ്ഥയുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അതല്ല ഈ പറയുന്ന മറ്റൊരു തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ കടം കൊടുത്തിട്ടുള്ളത്, തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള റിലേഷൻസ്, ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഏകദേശം പുറത്ത് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ, സത്യം എന്ന് പറഞ്ഞാൽ അധികകാലം ഒന്നും മൂടി വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അത് എപ്പോഴായാലും വെളിപ്പെടുക തന്നെ ചെയ്യുന്നു. അങ്ങനെ വെളിപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അതിന് പറ്റുന്ന ആൾക്കാരെ മുന്നോട്ട് വരിക എന്നൊരു സംഭവമാണ്. പക്ഷേ ഈ സംഭവത്തിനകത്ത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇന്ന് അനന്തുവിൻ്റെ വീഡിയോ കണ്ട സമയത്താണ് ആ ഒരു കാര്യം ഞാൻ അറിയുന്നത്. കാരണം അതിനെക്കുറിച്ച് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വണ്ടിക്കകത്ത് കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നു ഒരു സംഭവമൊക്കെ വരുന്ന സമയത്ത് വേറെ ആൾക്കാർ അതിനകത്ത് പോലും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഇത്രയധികം സ്വർണം കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ, അതുമാത്രമല്ല ഭാര്യ മുൻസീറ്റിൽ ഇരുത്തിയിട്ട് ബാക്ക് സീറ്റിൽ ഭർത്താവ് കിടക്കേണ്ട കാര്യം എന്താണ്, കാരണം പോലീസോ മറ്റോ വരുന്ന സമയത്ത് ലേഡീസ് ആണെങ്കിൽ അത്രയധികം ചെക്കിങ് ഉണ്ടാവില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ പറഞ്ഞു വെക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുമ്പിലിരിക്കുന്നത് ബാലഭാസ്കർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ആണെങ്കിൽ പോലീസ് ചെക്കിങ്ങിന് വന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രയോറിറ്റി സംഭവം ഉണ്ടല്ലോ, അത് ഈ പറയുന്ന നിയമത്തിന്റെ മുന്നിൽ കിട്ടാതെ പോവുകയാണെങ്കിൽ ഇനി എത്ര ലേഡി ഇരുന്നെന്ന് പറഞ്ഞാൽ, എത്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ടത് അത്രയും വലിയ കാര്യമാണെങ്കിൽ നോക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ പറയുന്ന കണക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ച് അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് തന്നെ വെളിവാക്കുന്ന കുറച്ചധികം വീഡിയോസ് എല്ലാം നമുക്ക് പബ്ലിക്കായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവക്കാരനല്ല താനെന്ന് വെട്ടി തുറന്ന് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയോ ചെയ്തപ്പോഴത്തേക്ക് ചിലപ്പം ലക്ഷ്മിക്ക് അറിയത്തില്ല. കാരണം ലക്ഷ്മി ഇതുപോലെ അബോധാവസ്ഥയിൽ കിടന്നിട്ടുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ, ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഭർത്താവ് പറയാതിരുന്നതാവാം. അതിൻ്റെത് മേ ബി അങ്ങനെ ആവാനുള്ളൊരു ചാൻസും ഉണ്ട്. പിന്നെ ഈ പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു ദുരൂഹത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ ആൾക്കാരോട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കി സ്വന്തം ജീവിതം തകർത്ത ആൾക്കാരോട് കൂട്ടുനിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ അവർക്ക് വേണ്ടി വാദിക്കുമെന്ന് തോന്നുന്ന മണ്ടത്തരം ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. അത്രയും മാത്രമേ ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് പറയാൻ പറ്റൂ. ഇത് എൻ്റെ വ്യൂ ഓഫ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഞാനൊരു ഭാര്യയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അവസ്ഥ വന്നാൽ എങ്ങനെ എന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും നമ്മൾ തകർന്നു പോകും. അപ്പോൾ ആ സിറ്റുവേഷൻ നേരിടുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത് അത് അപാരമായിട്ടുള്ള മനക്കെട്ടിയിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റൂ. അതിനിടയിൽ ആരും കാണാതെ കരഞ്ഞു തീർക്കുന്ന ഒരുപാട് ടൈം അവർക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുണ്ടായിരിക്കും, ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് നിർത്തുക. ഇത് പോലീസ് കറക്റ്റായിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ പറയുന്ന CBI പോലുള്ള ആൾക്കാർ കറക്റ്റായിട്ട് അന്വേഷിച്ച് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതുകൊണ്ട് സമർപ്പിക്കുക. അത് മുന്നോട്ട് പോവുക എന്നതിലപ്പുറത്തേക്ക് ഒരു ജീവിതം മൊത്തം തകർന്നിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് എല്ലാ പഴിയും കൊണ്ട് എറിയുന്ന സമയത്ത് നമ്മളെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക.